നീ പൊട്ടനാ? നിനക്ക് തന്നെ മനസ്സിലാവും. പേരെടുത്ത് പറയാൻ പറ്റില്ലല്ലോ എനിക്ക്. നീ പൊട്ടനാ? ഞാൻ ആദ്യം തൊട്ട് പറയാറില്ലേ ഇത് പൈസക്ക് വേണ്ടിയുള്ള കളിന്ന്. അപ്പം ഇത്രയും നാളും ഞാൻ എന്താ പൊട്ടനാ എന്ന് ചോദിച്ച ആള് ഇപ്പം ചോദിച്ചു തുടങ്ങി നീ എന്താ പൊട്ടനാണോന്ന്. അതായത് പുള്ളിയല്ല പൊട്ടൻ, നമ്മളാണ് പൊട്ടന്മാര്. മനസ്സിലായോ? ഏത് എന്റെ ലൈഫില് മഴയിലെ കേക്ക് കട്ട് പണ്ണ ഒരേ ഭർത്താവ് ഞാനായിരിക്കും. ഇനിയും മഴയും കൊണ്ട് കേക്ക് കട്ടി. ഒരേ ഒരു കാര്യം പറയട്ടെ, ജീവിതത്തിൽ എത്ര കഷ്ടം വന്നാലും എത്ര എന്തായാലും നാമ ഒന്നെ ഒത്തുകൊടുക്കും. അപ്പം മാമായുടെ മൂന്നാമത്തെ പൊണ്ടാട്ടിയുമായിട്ടുള്ള കേക്ക് മുറിയാണ്. മാമ ഭയങ്കര സന്തോഷത്തിലാണ്. ഇനി മാമായുടെ മറ്റൊരു കേക്ക് മുറിയും കൂടെ നമുക്കൊന്ന് കാണാം. പഠിക്കാൻ പാടില്ല. ശരി, അത് കട്ട് ചെയ്ത് കൊടുക്കുന്ന മുമ്പ് ഒരു ബർത്ത്ഡേക്ക് ഒരു ചെറിയ ഒരു കാര്യം എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാണ്. ജസ്റ്റ് ഇറ്റ്സ് നോട്ട് എൻ അഡ്വൈസ്. ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം, വയസ്സ് വരെ എക്സ്പീരിയൻസ് വരെ, എപ്പോഴും ഏജ് വരെ എക്സ്പീരിയൻസ് വരെ. നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മുടെ വീട്ടിനകത്ത് തന്നെ. ചിലപ്പോൾ ഒരു വാച്ച് ആവാം, ഒരു ഷർട്ട് ആവാം, എന്താ പറയാ. ഒരുപാട് പേര് ഞാൻ ഇൻക്ലൂഡിംഗ് മൈ റിലേറ്റീവ്സ്, ഇൻക്ലൂഡിംഗ് മൈ ഫ്രണ്ട്സ്, ഞാൻ ബന്ധപ്പെട്ട കുറേ പേരുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാനും കുറേ വർഷങ്ങൾ മുമ്പൊക്കെ ഐ എം സേവിങ് സംതിങ് എന്ന് വിചാരിച്ചു. അത് ശരിയാ, നമ്മുടെ അണ്ണൻ പറയുന്ന ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന്. അപ്പോൾ ഇത് രണ്ടാമത്തെ പൊണ്ടാട്ടിയുമായിട്ടുള്ള കേക്ക് മുറിയാണ്. അപ്പോഴും അണ്ണൻ ഹാപ്പിയാണ്. രണ്ടാമത്തെ പൊണ്ടാട്ടിയായിട്ടുള്ള കേക്ക് മുറിയിലും നമ്മുടെ അണ്ണൻ ഹാപ്പിയാണ്. പക്ഷെ അണ്ണൻ ഒരു കാര്യം പറഞ്ഞു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയോ? നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളുണ്ടാവും. അപ്പം ഈ വർഷത്തിൽ അണ്ണന് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് ഈ പൊണ്ടാട്ടിമാർ. അപ്പോൾ ഇത് രണ്ടാമത്തെ പൊണ്ടാട്ടിയാണ്. അപ്പോൾ ആദ്യത്തെ പൊണ്ടാട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം, ഗായികയായിട്ടുള്ള നമ്മുടെ അമൃത സുരേഷ്. അമൃത സുരേഷ് ആയിരുന്നു ആദ്യത്തെ പൊണ്ടാട്ടി. അന്ന് ഈ യൂട്യൂബ് അധികം ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് ഇതുപോലെയുള്ള കേക്ക് മുറികളും കലാപരിപാടികളും ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇനി എവിടെയെങ്കിലുമൊക്കെ കിടപ്പുണ്ടാവാം, കണ്ടിട്ടില്ല. പക്ഷേ രണ്ടാമത്തെ പൊണ്ടാട്ടിയെ കൊണ്ടുവന്നപ്പം യൂട്യൂബിൽ ആക്റ്റീവാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ പൊണ്ടാട്ടിയുമായിട്ടുള്ള ഒരുപാട് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് എൻ്റെ ലൈഫിൽ എൻ്റെ മാലാഖയാണ്, എന്നെ കൈപിടിച്ചുയർത്തിയവളാണ്, എന്നെ ജീവിതത്തിലേക്ക് നടത്തിയവളാണ് എലിസബത്ത്. എലിസബത്ത് അല്ല, ഇവള് മാതാവാണ്, രാജ്ഞിയാണ്, ദൈവമാണ്, അങ്ങനെയാണ്, മാടയാണ്, കോടയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ എലിസബത്തിനെ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എലിസബത്തിൻ്റെ മുന്നിൽ അമ്മ ഞാൻ കൈകൾ കൊണ്ട് കൂപ്പുന്നു എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്നാണ് ഈ മാലാഖ ആരുമല്ലാതായി പോയത് എലിസബത്ത്. പെട്ടെന്ന് നമ്മൾ തന്നെ ഞെട്ടിപ്പോയി. അമൃതയെ കുറ്റം പറഞ്ഞുകൊണ്ട് എലിസബത്തിനെ അങ്ങ് രാജ്ഞിയാക്കിയും രാജകുമാരിയാക്കിയും മാലാഖയാക്കിയൊക്കെ നമ്മുടെ മുന്നിൽ പറഞ്ഞ ആൾ പെട്ടെന്ന് തന്നെ എലിസബത്ത് ആരും അല്ലാണ്ടായി. മാലാഖയും അല്ല, ആരുമല്ല. പിന്നെ എലിസബത്തിൻ്റെ ഒരു സ്ഥാനം പിശാചിന് തുല്യമായിരുന്നു. അപ്പോൾ ആ എലിസബത്തിൻ്റെ ഒഴിവിലേക്ക് വന്ന മാലാഖയാണ് ഇപ്പം ഈ നിൽക്കുന്ന മൂന്നാമത്തെ പൊണ്ടാട്ടി കോകില. സോറി ഗൈസ്, കറണ്ട് പോയി. അപ്പം ഞാൻ ആ സ്ഥാനം നമ്മുടെ ക്യാമറയുടെ ഒന്ന് മാറ്റി. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ കോകിലയാണ് നമ്മുടെ അണ്ണൻ്റെ ഇപ്പോഴത്തെ മാലാഖ, മൂന്നാമത്തെ പൊണ്ടാട്ടി. അപ്പം ഈ മൂന്നാമത്തെ പൊണ്ടാട്ടിയുമായിട്ടുള്ള കേക്ക് മുറി ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. എന്നാലും നമുക്കൊരു വീഡിയോ കൂടെ കാണാം.
അപ്പോൾ അണ്ണന് മൂന്നാമത്തെ പൊണ്ടാട്ടിയെ ரொம்ப പിടിക്കും. ആദ്യത്തെ പൊണ്ടാട്ടിയെ ரொம்ப പിടിക്കുമായിരുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പം പിടിക്കാണ്ടായി. രണ്ടാമത്തെ പൊണ്ടാട്ടിയും ரொம்ப പിടിക്കുമായിരുന്നു. അതും 1-2 വർഷം കഴിഞ്ഞപ്പോൾ പിടിക്കാണ്ടായി. ഇപ്പം മൂന്നാമത്തെ പൊണ്ടാട്ടിയായിട്ട് ഏതായാലും പിടിച്ച് കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇനി എപ്പോഴാണാവോ പിടിക്കാണ്ടാവുന്നത്? അങ്ങനെ ആവാൻ വഴിയില്ല, കാരണം ഇത് മരുമകളല്ലേ. അപ്പം അവരുടെ കുടുംബത്തിൽ തന്നെ ഉള്ളതായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകും. അപ്പോൾ അണ്ണൻ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് വന്നിരിക്കുന്നത് പണത്തിന് വേണ്ടിയിട്ടാണ് എല്ലാം. പണത്തിന് വേണ്ടിയിട്ട് 10 വർഷമായിട്ട് തന്നെ ക്രൂശിക്കുന്നു എന്നാണ് അണ്ണൻ പറയുന്നത്. അപ്പോൾ ഈ ബാലണ്ണൻ പറയുന്നത് ഈ പണത്തിന് വേണ്ടി 10 വർഷമായിട്ട് ക്രൂശിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അമൃതയാവാം. ആദ്യത്തെ പൊണ്ടാട്ടി വർഷം വെച്ച് നോക്കുമ്പോൾ അത് അമൃതയാവാം, എലിസബത്ത് ആവാൻ വഴിയില്ല. അപ്പോൾ അമൃതയാണ് പറയുന്നത്. അമൃതയിൽ അണ്ണൻ്റെ ഒരു കുളന്തയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അണ്ണൻ അതങ്ങ് മറന്നു പോകുന്നുണ്ട്, അണ്ണന് ഒരു കുളന്ത അവിടെ ഉണ്ട് എന്നുള്ളത്. വേറെ മാർഗമില്ല. ഞാൻ അടുത്ത കാലത്ത് കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു. എൻ്റെ കാര്യം വേറെ വഴിയില്ല. അതുകൊണ്ട് പറയാം, 10 കൊല്ലം എന്നെ ഉപദ്രവിക്കുക. 10 കൊല്ലം ഒരു മനുഷ്യനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ലോ, ഇൻ ദ നെയിം ഓഫ് ലോ. ഒക്കെ പേരെടുത്ത് പറയാൻ പറ്റില്ലല്ലോ. അവർക്ക് എന്തുവേണമെങ്കിൽ പറയാം, എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനാണ്. ആണല്ലേ, പറയാൻ പാടില്ല. എത്ര സങ്കടം ഉണ്ടെങ്കിലും മനസ്സിലാക്കുന്നു, ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നു അല്ലേ. ഈ മീഡിയയെ കുറിച്ച് ഒരു കാര്യം പറയുന്നത്, മീഡിയ നല്ല കാര്യങ്ങൾ. അപ്പോൾ 10 കൊല്ലം കൊണ്ട് അണ്ണനെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് എന്നാണ് പറയുന്നത്, അമൃതയാണ് പറയുന്നത്. അപ്പം അമൃതയുടെ പേര് പറയാൻ പാടില്ല എന്നാണ് അണ്ണൻ പറയുന്നത്, കാരണം അത് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന്. അപ്പോൾ അണ്ണൻ്റെ ഒരു തീരുമാനം തെറ്റാണ്. അത് പെണ്ണല്ലേ, ഞാൻ ആണല്ലേ എന്നും. ഈ നിയമം ആണുങ്ങളെ പാടെ അങ്ങ് തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ല. ആണുങ്ങളുടെ ഭാഗവും കേൾക്കും, പെണ്ണുങ്ങളുടെ ഭാഗവും കേൾക്കും. രണ്ടുപേരും ഈക്വലാണ്. പിന്നെ ഈ സ്ത്രീകൾക്ക് കുറച്ച് ആനുകൂല്യങ്ങൾ കൂടുതലാണ്, പരിഗണന. ചില കാര്യങ്ങളിൽ കുറച്ച് പരിഗണനയുണ്ട്, അത് വാസ്തവം. അതായത് ഈ വിവാഹം കഴിച്ചില്ലെങ്കിൽ സ്ത്രീക്ക് ചെലവിന് കൊടുക്കാനുള്ള ബാധ്യത ഭർത്താവിനുണ്ട്. ജീവനാംശം, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ജീവനാംശം കിട്ടത്തില്ല. കല്യാണം കഴിച്ചില്ലെങ്കിൽ ജീവനാംശം കിട്ടാം, അതിനുള്ള നിയമമുണ്ട്. പക്ഷെ വേണ്ടാന്ന് വെക്കുന്നവർക്ക് അത് കിട്ടത്തില്ല. വേണ്ടാന്ന് ചില ഭാര്യമാർ അഭിമാനികളാണെങ്കിൽ പറയും എനിക്ക് വേണ്ട. നമ്മുടെ മഞ്ജു വാര്യർ, ദിലീപിൻ്റെ ഡിവോഴ്സിൻ്റെ സമയത്ത് ജീവനാംശം വേണ്ട എന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത്, ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ ചിലർ വേണ്ട എന്ന് വെക്കും. അപ്പോൾ ഇവരുടെ ഈ ഒരു വിഷയത്തിൽ സത്യം എന്താണെന്ന് നമുക്കറിയത്തില്ല. ബാലയും അമൃതയും തമ്മിലുള്ള ഇഷ്യൂവിൽ ഈ പണപരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, കാര്യമുണ്ടോ എനിക്കറിയത്തില്ല. കാരണം ഡിവോഴ്സിന് മുന്നേ, ഡിവോഴ്സ് നിയമപരമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ ഈ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റിൽമെൻറ്റ് ചെയ്യും. സെറ്റിൽമെൻറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ഡിവോഴ്സ് കിട്ടത്തുള്ളൂ. കോടതിയിൽ ചോദിക്കും, ഭാര്യയോട് ചോദിക്കും സെറ്റിൽമെൻറ്റ് നിങ്ങൾ ഓക്കെ ആണോ, അത് കഴിഞ്ഞോ എന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഭർത്താവിനോട് ചോദിക്കും ഇതിലെല്ലാം നിങ്ങൾ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ച് വ്യക്തമാക്കിയതിന് ശേഷമേ ഡിവോഴ്സ് കൊടുക്കത്തുള്ളൂ. ഈ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു അവകാശവാദം ഉന്നയിക്കാനും പറ്റത്തില്ല. പിന്നെ ഡിവോഴ്സ് പേപ്പറിൽ ഈ ജീവനാംശമൊക്കെ കൊടുക്കാൻ കുട്ടിയുള്ളത് കൊണ്ട് കുട്ടിക്ക് മന്ത്ലി ഒരു പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ചിലർ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആ ഡിവോഴ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്ര തുക മന്ത്ലി കുഞ്ഞിൻ്റെ ചിലവിനായിട്ട് വേണം എന്നാണ്, കൊടുക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശമെങ്കിൽ അത് കൊടുത്തേ പറ്റൂ. അതിനകത്ത് മുടക്കം വരുത്തിയാൽ പിന്നീട് ഇഷ്യൂസ് ഉണ്ടാവാം. ഇനിയിപ്പോൾ അങ്ങനെ വല്ല ഇഷ്യൂസ് ഉണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. കാരണം ഇത് അമൃതയും കൂടെ പ്രതികരിച്ചാൽ മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റൂ. ഇനി അമൃതയാണോ എലിസബത്ത് ആണോ എന്നറിയത്തില്ല. 10 വർഷം പറഞ്ഞതുകൊണ്ട് അമൃതയാകാമെന്ന് നമ്മൾ പറയുന്നു, ആദ്യത്തെ ഭാര്യയാകാമെന്ന് പറയുന്നു. അപ്പോൾ എന്തോ സംഭവം എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും എപ്പോഴും ഈ ബാല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ട് വരും. എണ്ണം പറയുന്നുണ്ടായിരുന്നു എൻ്റെ എല്ലാ സ്വത്തുക്കൾക്കും അവകാശി കോകിലയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. இந்த மாலையோட விலை என்னன்னு நீ சோதிக்கணும். ஏண்டா என் கோடி சொத்தை எல்லாத்தையுமே கொடுத்துட்டேன், நான் எல்லாம் கொடுத்து கழிச்சு பின்னெந்தா பாலச்சட்ட பாப்பார் ஒன்றும் இல்லை என்கிட்ட. எவ்வளோ சந்தோஷம் பாரு, ஒரு மனுஷனுக்கு காசு இல்லைன்னு പറയുമ്പോൾ எவ்வளோ சந்தோஷம். அப்போ 10 கொல்ல நான் எவ்வளோ கஷ்டப்பட்டுருப்பேன். അത്രയും വിശ്വസിക്കുന്നുണ്ട് കോകില അല്ലേ? പിന്നെ என் குடும்பம். ഓക്കെ, അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം, നിയമപരമായിട്ടുള്ള കാര്യം, അതിനെക്കുറിച്ചിട്ടൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഇവരുടെ ഡിവോഴ്സിലെ വ്യവസ്ഥകൾ എന്താണെന്നൊന്നും നമുക്ക് അറിയത്തുമില്ല. അപ്പം ഡിവോഴ്സ് കിട്ടിയത് എങ്ങനെയാണ്, സെറ്റിൽമെൻറ്റ് എങ്ങനെയാണ് നടന്നത്, ഇതൊന്നും അറിയാത്തതുകൊണ്ട് ആ കാര്യങ്ങളിലൊന്നും നമ്മൾ അഭിപ്രായം പറയുന്നില്ല. എന്നാലും ഈ സോഷ്യൽ മീഡിയയിൽ വന്നിങ്ങനെ തള്ളേണ്ട ആവശ്യമുണ്ടോ?
മൂന്നാം ഭാര്യയ്ക്ക് സ്വത്തുക്കളെല്ലാം കൊടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കണം. അതെന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോയിലൂടെ അറിയിക്കുന്നത്? എന്തിനാണ്? ഇനി ഒന്നാമത്തെ പൊണ്ടാട്ടിയും രണ്ടാമത്തെ പൊണ്ടാട്ടിയും കാണാൻ വേണ്ടിയിട്ടാണ് ഈ കോപ്രായങ്ങൾ കാണിക്കുന്നതെങ്കിൽ ഈ 2 പൊണ്ടാട്ടിമാരുടെ നമ്പർ ഉണ്ടാവുമല്ലോ, അതിലൊരു വീഡിയോ ചെയ്തങ്ങ് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ അതിലൊരു വോയിസ് ഇട്ടങ്ങ് കൊടുത്താൽ പോരെ. എന്തിനാണ് പ്രേക്ഷകരെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? പ്രേക്ഷകരുടെ ഒരു വീഡിയോ, കുറച്ച് ആൾക്കാരുണ്ട് ഈ സെലിബ്രിറ്റികളെ ഇങ്ങനെ വട്ടം ചുറ്റി പറ്റം നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഈ അവർ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ അവരുടെ അടുത്ത് ഇങ്ങനെ പറച്ചിലാണ് ഓരോ കാര്യങ്ങൾ, അവർ പബ്ലിക്കിലേക്ക് ഇട്ട് തരും. അതാണ് നടക്കുന്നത്. കോകിലയ്ക്ക് അണ്ണൻ സ്വത്തൊക്കെ കൊടുക്കണമെന്നാണെങ്കിൽ കൊടുത്തോ, പ്രേക്ഷകർക്ക് ഒരു ചുക്കുമില്ല. അണ്ണൻ ഇനിയിപ്പോൾ കോകിലയ്ക്ക് ഈ സ്വത്തുക്കളെല്ലാം എഴുതി കൊടുത്താലും, ഇനി എലിസബത്തിന് എഴുതി കൊടുത്താലും, ഇനി ആദ്യത്തെ പൊണ്ടാട്ടിക്ക് എഴുതി കൊടുത്താലും പ്രേക്ഷകർക്ക് എന്താ ഒരു ചുക്കുമില്ല, പ്രേക്ഷകർക്ക് ഒന്നും കിട്ടാനുമില്ല, നല്ലതും ഇല്ല ചീത്തയും ഇല്ല. എന്തിനാ ബാലണ്ണ നിങ്ങളുടെ അടുക്കള രഹസ്യം ഈ നാട്ടുകാരുടെ ഇടയ്ക്കിലേക്ക് ഇട്ട് തരുന്നത്? നിങ്ങൾ സ്വത്ത് 3 പൊണ്ടാട്ടിമാർക്കുമായിട്ട് അങ്ങ് വീതിച്ച് കൊടുക്ക്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകരുണ്ടല്ലോ, അവർക്കും കൂടി കുറച്ചങ്ങ് വീതിച്ച് കൊടുക്ക്. അവരും കൂടെ ഹാപ്പി ആവട്ടെ. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നതല്ലേ, ഈ പൊണ്ടാട്ടിമാർക്ക് മാത്രം വീതിച്ച് കൊടുക്കാതെ വീഡിയോസ് കാണുന്നവർക്കും കൊടുക്ക്. പിന്നെ കുറച്ച് ബാക്കി വെച്ചേക്കണം കേട്ടോ. ചിലപ്പോൾ ഈ 3-ൽ നിന്നില്ലെങ്കിൽ അവർക്കും കൂടി എന്തെങ്കിലും വേണ്ടേ? കുറച്ച് നാളൊരു ഒതുക്കം ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും മറ്റ് പല സെലിബ്രിറ്റികളിലേക്കൊക്കെ പോയപ്പം ബാലണ്ണനെ ആരും അറിയണ്ടായി. പക്ഷേ ഇപ്പോൾ ബാലണ്ണൻ എന്തായാലും നുഴഞ്ഞു കയറി കുത്തിത്തിരികെ വന്നിട്ടുണ്ട്, സ്പേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാലണ്ണൻ്റെയും പൊണ്ടാട്ടിമാരുടെയൊക്കെ വിശേഷം ഇതൊക്കെയാണ്. സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ വിശേഷങ്ങളും അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.